വീടിന് പുറത്ത് മഴ ചാറുന്നുണ്ടായിരുന്നു. അച്ഛനും അമ്മയും അടുത്തുള്ള ബന്ധുവിന്റെ വീട്ടിൽ പോയതുകൊണ്ട് വീട് ശൂന്യമാണ്. അടുക്കളയിൽ പാത്രങ്ങൾ കഴുകുന്ന തിരക്കിലായിരുന്നു മീര. അവളുടെ മനസ്സിൽ ഇന്ന് നടന്ന കാര്യങ്ങളുടെ ആലോചനകളായിരുന്നു. പെട്ടെന്നാണ് മീരയുടെ അരക്കെട്ടിലൂടെ 2 കൈകൾ വന്ന് ചുറ്റിപ്പിടിച്ചത്. പേടിച്ചുപോയ അവൾ ഒന്ന് വിറച്ചു. തിരിഞ്ഞു നോക്കാതെ തന്നെ അത് ആരാണെന്ന് അവൾക്ക് മനസ്സിലായി. അവളുടെ പ്രിയപ്പെട്ടവൻ രാഹുൽ. രാഹുൽ, വിടൂ, ആരെങ്കിലും കാണും, അവൾ പരിഭ്രമത്തോടെ പറഞ്ഞു. ആരും കാണില്ല മീരക്കുട്ടി, അച്ഛനും അമ്മയും വരാൻ ഇനിയും സമയമുണ്ടല്ലോ. രാഹുൽ അവളുടെ തോളിൽ മുഖം ചായച്ചുകൊണ്ട് മെല്ലെ പറഞ്ഞു. അവന്റെ ശ്വാസം അവളുടെ കഴുത്തിൽ തട്ടിയപ്പോൾ മീരയിൽ ഒരു വിറയൽ പടർന്നു. പ്ലീസ് രാഹുൽ, എനിക്ക് പേടിയാവുന്നു, ആരെങ്കിലും വന്നാലോ, ഒന്ന് വിടൂ. അവൾ അവന്റെ കൈകളിൽ നിന്ന് മോചിതയാകാൻ വെറുതെ ഒന്ന് ശ്രമിച്ചു. പക്ഷേ ആ പിടുത്തത്തിന് അപ്പോൾ കൂടുതൽ മുറുക്കം കൂടിയിരുന്നു. പേടിക്കണ്ടടാ, നിന്റെ ഈ പേടിയുണ്ടല്ലോ, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം, രാഹുൽ അവളുടെ കാതിൽ മന്ത്രിച്ചു. ആ വാക്കുകളിൽ ഒളിഞ്ഞിരുന്ന സ്നേഹം മീരയുടെ പേടിയെ സാവധാനം അലിയിച്ചു കളഞ്ഞു. അവൾ തന്റെ നനഞ്ഞ കൈകൾ തുടച്ച് അവന്റെ കൈകൾക്ക് മുകളിൽ സ്വന്തം കൈകൾ ചേർത്ത് പിടിച്ചു. ആ അടുക്കള മുറ്റത്ത് മഴയുടെ താളത്തിനൊപ്പം 2 ഹൃദയങ്ങൾ ഒരേ വേഗതയിൽ മിടിച്ചുകൊണ്ടിരുന്നു. രാഹുലിന്റെ നെഞ്ചോട് ചേർന്ന് നിൽക്കുമ്പോൾ മീരയുടെ ഉള്ളിലെ പരിഭ്രമം മാറിയിരുന്നില്ല. എങ്കിലും അവന്റെ സാമീപ്യം അവൾക്ക് നൽകിയ സുരക്ഷിതത്വം ചെറുതായിരുന്നില്ല. രാഹുൽ, മതി, ഇനി പോകൂ, ആരെങ്കിലും ജനലിലൂടെ നോക്കിയാൽ തീർന്നു. അവൾ മെല്ലെ അവനെ തള്ളി മാറ്റാൻ ശ്രമിച്ചു. രാഹുൽ ചിരിച്ചുകൊണ്ട് അവളെ വിട്ടു. എന്നിട്ട് അടുക്കളയിലെ സ്ലാബിൽ ചാരിയിരുന്നു അവളെ തന്നെ നോക്കി നിന്നു. നീ എന്തിനാ മീര ഇങ്ങനെ പേടിക്കുന്നത്? നമ്മൾ മോശമായി ഒന്നും ചെയ്യുന്നില്ലല്ലോ, സ്നേഹിക്കുകയല്ലേ. മീര പാത്രം കഴുകുന്നത് നിർത്തി അവന്റെ നേരെ തിരിഞ്ഞു. നിനക്ക് പറയാൻ എളുപ്പമാണ്, അച്ഛൻ അറിഞ്ഞാൽ പിന്നെ എന്നെ ജീവനോടെ കാണില്ല, അത് നിനക്കറിയാമല്ലോ. അവളുടെ കണ്ണുകളിൽ നേരിയ നനവ് പടർന്നു. അത് കണ്ടതും രാഹുലിന്റെ മുഖത്തെ കുസൃതി മാറി. അവൻ അവളുടെ അടുത്തേക്ക് നടന്നു വന്ന് 2 കൈകളും ചേർത്ത് പിടിച്ചു. സത്യം മീര, നിന്നെ വിഷമിപ്പിക്കാൻ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. ഉടനെ തന്നെ ഞാൻ വീട്ടിൽ സംസാരിക്കും. നിന്നെ എനിക്ക് വേണം, അത് ആരെതിർത്താലും. രാഹുലിന്റെ വാക്കുകൾ കേട്ടപ്പോൾ മീരയുടെ മനസ്സിൽ ഒരു കുളിർമ പെയ്തിറങ്ങി. അവൾ അവന്റെ കണ്ണുകളിലേക്ക് നോക്കി. ആ നോട്ടത്തിൽ 1000 വാക്കുകൾ ഉണ്ടായിരുന്നു. പെട്ടെന്നാണ് ഉമ്മറത്ത് ഒരു കാർ വന്നു നിൽക്കുന്ന ശബ്ദം കേട്ടത്. മീര ഞെട്ടിപ്പോയി. അയ്യോ, അച്ഛനും അമ്മയും വന്നെന്ന് തോന്നുന്നു. വേഗം വേഗം പുറകിലെ വാതിലിലൂടെ പോയിക്കോ. രാഹുൽ ഒട്ടും പരിഭ്രമിക്കാതെ അവളുടെ നെറ്റിയിൽ മൃദുവായി ഒന്ന് ചുംബിച്ചു. നാളെ കാണാം എന്ന് മന്ത്രിച്ചുകൊണ്ട് അവൻ അടുക്കളവാതിൽ തുറന്ന് ഇരുട്ടിലേക്ക് മറിഞ്ഞു. മീര വേഗം മുഖം കഴുകി സാധാരണ നിലയിലാകാൻ ശ്രമിച്ചു. ഹൃദയം അപ്പോഴും പടപടാ ഇടിക്കുന്നുണ്ടായിരുന്നു. അവൾ ഗ്യാസ് സ്റ്റൗവിന് അരികിലേക്ക് നീങ്ങി പാൽ ചൂടാക്കാൻ വെച്ചു. അച്ഛൻ അകത്തേക്ക് കയറി വരുമ്പോൾ മീര ഒന്നും അറിയാത്ത ഭാവത്തിൽ ജോലിയിൽ മുഴുകിയിരിക്കുകയായിരുന്നു. എങ്കിലും അവളുടെ ചുണ്ടിൽ ഒരു ചെറിയ പുഞ്ചിരി അപ്പോഴും മായാതെ നിൽക്കുന്നുണ്ടായിരുന്നു. മീര, നീ അകത്തുണ്ടോ? അച്ഛൻ ചോദിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് വന്നു. ഉണ്ടച്ഛാ, ഞാൻ ചായ ഇടുകയായിരുന്നു. വിറയ്ക്കുന്ന ശബ്ദം പുറത്ത് കേൾപ്പിക്കാതെ അവൾ മറുപടി പറഞ്ഞു. അച്ഛൻ അടുക്കളയിലെ ഡൈനിങ് ടേബിളിനരികിലിരുന്നു. മീര പേടിയോടെ അച്ഛനെ നോക്കി. പെട്ടെന്നാണ് അച്ഛന്റെ നോട്ടം തറയിൽ ഉടക്കിയത്. മീരയുടെ നെഞ്ചിടിപ്പ് കൂടി. രാഹുൽ പോയപ്പോൾ അവന്റെ കയ്യിലിരുന്ന തൂവാല അവിടെ വീണിരുന്നു. അച്ഛൻ അത് കുനിഞ്ഞെടുത്തു. ഇതെന്താ ഇവിടെ? ഇത് നിന്റേതാണോ? മീരയുടെ തൊണ്ട വരണ്ടു. എന്തു പറയണമെന്നറിയാതെ അവൾ ധരിച്ചു നിന്നു. അത് അച്ഛാ. പെട്ടെന്ന് അമ്മ അവിടേക്ക് വന്നു. അതെന്താ കയ്യിൽ? ഓ, ഇത് ഞാൻ കഴിഞ്ഞ ദിവസം തുണി കഴുകിയപ്പോൾ അവിടെ വീണതാകും. അമ്മ അത് വാങ്ങി മാറ്റിവെച്ചു. അമ്മയുടെ ആ ഇടപെടൽ മീരയ്ക്ക് വലിയൊരാശ്വാസമായി. പക്ഷെ അച്ഛന്റെ കണ്ണുകളിലെ സംശയം മാറിയിരുന്നില്ല. മീര, നിന്റെ ഫോൺ എവിടെ? കുറെ നേരമായി നിന്നെ വിളിക്കുന്നു, നീ എന്താ എടുക്കാത്തത്? അച്ഛന്റെ ചോദ്യം ഗൗരവത്തിലായിരുന്നു. രാഹുൽ വന്നപ്പോൾ സൈലന്റ് ആക്കി വെച്ച ഫോൺ മുറിയിലാണെന്ന് അവൾക്ക് ഓർമ്മ വന്നു. ഫോൺ അത് ചാർജിങ്ങിലാണ് അച്ഛാ. അച്ഛൻ എഴുന്നേറ്റ് അവളുടെ അരികിൽ വന്നു നിന്നു.
മോളെ, നിന്നെ വിശ്വസിച്ചാണ് ഞങ്ങൾ പുറത്തു പോകുന്നത്. ആ വിശ്വാസം നീ കളയില്ലെന്ന് എനിക്കറിയാം. നാളെ നിന്നെ കാണാൻ ഒരാൾ വരുന്നുണ്ട്, എൻ്റെ സുഹൃത്തിൻ്റെ മകൻ. നിനക്കിഷ്ടപ്പെട്ടാൽ നമുക്ക് ഈ ആലോചനയുമായി മുന്നോട്ട് പോകാം. അച്ഛൻ്റെ വാക്കുകൾ കേട്ട് മീര തകർന്നു പോയി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. രാഹുലിനെ കുറിച്ച് എങ്ങനെ അച്ഛനോട് പറയും? രാഹുൽ പറഞ്ഞതുപോലെ അവൻ വീട്ടിൽ വന്ന് സംസാരിക്കുമോ? അതോ താൻ മറ്റൊരാളുടെ വധുവാകേണ്ടി വരുമോ? മീര ജനലിലൂടെ പുറത്തേക്ക് നോക്കി. ഇരുട്ടിൽ ദൂരെ ഒരു ബൈക്കിന്റെ വെളിച്ചം അകന്നു പോകുന്നത് അവൾ കണ്ടു. അത് രാഹുലായിരുന്നു. തൻ്റെ ജീവിതത്തിലെ വെളിച്ചം തന്നിൽ നിന്നും അകന്നു പോകുകയാണോ എന്ന് അവൾ ഭയപ്പെട്ടു. അച്ഛൻ ചായ കുടിച്ചു കഴിഞ്ഞ് ഹാളിലേക്ക് പോയപ്പോൾ മാത്രമാണ് മീരയ്ക്ക് ശ്വാസം നേരെ വീണത്. പക്ഷേ അവളുടെ സന്തോഷം അധിക നേരം നീണ്ടു നിന്നില്ല. തറയിൽ നിന്നും അമ്മ എടുത്തു മാറ്റിയ ആ തൂവാല ടേബിളിന് മുകളിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. മീര അത് വേഗം എടുത്തൊളിപ്പിക്കാൻ നോക്കുമ്പോഴാണ് അച്ഛൻ വീണ്ടും അടുക്കളയിലേക്ക് വന്നത്. മീര, എൻ്റെ ഫോൺ ഇവിടെ എവിടെയെങ്കിലും ഇരുന്നോ? അച്ഛൻ ചോദിച്ചു. അവൾ കയ്യിലുണ്ടായിരുന്ന തൂവാല പുറകിൽ ഒളിപ്പിച്ചു. ഇല്ലല്ലോ അച്ഛാ, ഞാൻ കണ്ടില്ല. അച്ഛൻ അടുക്കളയിലാകെ കണ്ണോടിച്ചു. പെട്ടെന്ന് അച്ഛൻ്റെ കണ്ണുകൾ സ്ലാബിനരികിൽ ഇരുന്ന ഒരു ചെറിയ കീച്ചെയിനിൽ ഉടക്കി. രാഹുലിന്റെ ബൈക്കിന്റെ കീച്ചെയിൻ ആയിരുന്നു അത്. അവൻ പരിഭ്രമിച്ചു പോയപ്പോൾ അതവിടെ മറന്നു വെച്ചതാണ്. അതിൽ അവന്റെ പേരിന്റെ ആദ്യ അക്ഷരമായ ആർ തെളിഞ്ഞിരുന്നു, കാണാമായിരുന്നു. അച്ഛൻ അതെടുത്ത് കയ്യിൽ വെച്ചു. മീരയുടെ മുഖത്തെ ചോരയൊലിപ്പിച്ചു പോയി. ഇതാരുടെയാ മീര? നമ്മുടെ വീട്ടിൽ ഈ പേരുള്ള ആരും ഇല്ലല്ലോ. അച്ഛന്റെ ശബ്ദം ഗൗരവമേറിയതായി. അത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെതാ അച്ഛാ. കോളേജിൽ വെച്ച് മാറിയതാകും, മീര വിക്കി വിക്കി പറഞ്ഞു. ഫ്രണ്ടിന്റെ കീച്ചെയിൻ നിന്റെ കയ്യിൽ എങ്ങനെ വന്നു? അതും വീട്ടിലടുക്കളയിൽ? അച്ഛന്റെ ചോദ്യങ്ങൾ മൂർച്ചയുള്ളതായിരുന്നു. അമ്മയും അവിടേക്ക് ഓടിയെത്തി. എന്താ ഇവിടെ ഒരു ബഹളം? അമ്മ ചോദിച്ചു. അച്ഛൻ ആ കീച്ചെയിൻ അമ്മയ്ക്ക് കാണിച്ചു കൊടുത്തു. ഇതാരുടേതാണെന്ന് ഇവൾക്ക് അറിയില്ലത്രേ. മീര, സത്യം പറ, ഇവിടെ ആരെങ്കിലും വന്നിരുന്നോ? മീരയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. സത്യം വെളിപ്പെടുത്തിയാൽ രാഹുലിന്റെ ജീവന് അപകടമാകുമോ എന്ന് അവൾ ഭയപ്പെട്ടു. അതേസമയം രാഹുലിന്റെ ഫോണിൽ നിന്ന് ആ സമയത്ത് ഒരു മെസ്സേജ് അവളുടെ ഫോണിലേക്ക് വന്നു. ഫോൺ ടേബിളിൽ ഇരുന്നതുകൊണ്ട് അതിന്റെ നോട്ടിഫിക്കേഷൻ ലൈറ്റ് മിന്നി. അച്ഛൻ വേഗം ഫോൺ കയ്യിലെടുത്തു. മീര തടയാൻ നോക്കിയെങ്കിലും അച്ഛൻ അവളെ രൂക്ഷമായി ഒന്ന് നോക്കി. ഫോൺ സ്ക്രീനിൽ തെളിഞ്ഞു വന്ന മെസ്സേജ് ഇതായിരുന്നു. മീരക്കുട്ടി, ഞാൻ സുരക്ഷിതമായി എത്തി. നിന്റെ അച്ഛൻ വന്നോ? പേടിക്കേണ്ട കേട്ടോ, ഞാൻ കൂടെയുണ്ട്. ഉമ്മ. അച്ഛന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു തൊടുത്തു. അദ്ദേഹം മീരയെ നോക്കി. ആ നോട്ടം ഒരു തല്ലിനേക്കാൾ വേദനയുള്ളതായിരുന്നു. ഇതാണോ നിന്നെ ഞങ്ങൾ പഠിപ്പിച്ചത്? അവനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്താൻ മാത്രം നീ വളർന്നോ? അച്ഛൻ ഗർജിച്ചു. മീര തറയിലിരുന്ന് പൊട്ടിക്കരഞ്ഞു. അമ്മ എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്നു. പെട്ടെന്ന് വീടിന്റെ കോളിംഗ് ബെൽ അടിച്ചു. ഈ രാത്രിയിൽ ആരായിരിക്കും? അച്ഛൻ ദേഷ്യത്തോടെ വാതിൽ തുറക്കാൻ പോയി. പുറകിൽ പേടിയോടെ മീരയും ചെന്നു. വാതിൽ തുറന്ന അച്ഛൻ ഞെട്ടിപ്പോയി. പുറത്തു നിൽക്കുന്നത് രാഹുലായിരുന്നു. അവന്റെ കൂടെ വേറെ 2 പേർ കൂടി ഉണ്ടായിരുന്നു. അടുക്കളയിൽ വിരിഞ്ഞ പ്രണയം അച്ഛന്റെ ശകാരങ്ങൾക്കും അമ്മയുടെ നിശബ്ദമായ കണ്ണീരിനും ശേഷം വീട് ഒരു ശ്മശാനം പോലെ ശാന്തമായി. മീരയെ അവളുടെ മുറിയിൽ പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. അച്ഛൻ അവളുടെ ഫോൺ വാങ്ങി വെച്ചിരുന്നെങ്കിലും പഴയൊരു ഫോൺ അവൾ തന്റെ ബാഗിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. രാത്രിയുടെ നിശബ്ദതയിൽ ജനലിലൂടെ പുറത്തെ ഇരുട്ടിലേക്ക് നോക്കി അവൾ തേങ്ങി കരഞ്ഞു. ഒടുവിൽ വിറയ്ക്കുന്ന കൈകളോടെ അവൾ രാഹുലിനെ വിളിച്ചു. ഫോൺ എടുത്ത ഉടനെ അപ്പുറത്ത് നിന്ന് രാഹുലിന്റെ ആകുലത നിറഞ്ഞ ശബ്ദം കേട്ടു. മീര, നീ എന്തിനാ വിളിക്കാത്തത്? ഞാൻ എത്ര വട്ടം മെസ്സേജ് അയച്ചു, എന്തു പറ്റി? രാഹുലിന്റെ ശബ്ദം കേട്ടതും മീരയുടെ സങ്കടം അണപൊട്ടി ഒഴുകി. രാഹുൽ. അവൾക്ക് വാക്കുകൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. വിങ്ങിക്കരച്ചിലുകൾക്കിടയിലൂടെ അവൾ പറഞ്ഞു. എല്ലാം അറിഞ്ഞു രാഹുൽ. അച്ഛൻ എല്ലാം അറിഞ്ഞു. നിന്റെ കീച്ചെയിനും മെസ്സേജും എല്ലാം അച്ഛൻ കണ്ടു. അപ്പുറത്ത് രാഹുൽ ഒരു നിമിഷം തരിച്ചു നിന്നു. മീര, നീ കരയല്ലേ പ്ലീസ്. എന്നെ ഓർത്ത് നീ വിഷമിക്കേണ്ട. അച്ഛൻ നിന്നെ ഉപദ്രവിച്ചോ? ഇല്ല.
പക്ഷേ അച്ഛൻ്റെ വാക്കുകൾ എന്നെ കൊല്ലുന്നത് പോലെ തോന്നി. നാളെ എന്നെ കാണാൻ ആരോ വരുന്നുണ്ടെന്നും പറഞ്ഞു. എനിക്ക് പേടിയാകുന്നു രാഹുൽ. നമ്മൾ വിചാരിച്ചതുപോലെ ഒന്നും നടക്കില്ലേ? എനിക്ക് നിന്നെ ഇല്ലാതെ പറ്റില്ല മീര. നീ എന്നെ വിശ്വസിക്കണം. രാഹുലിൻ്റെ ശബ്ദത്തിൽ ഇപ്പോൾ ഒരു നിശ്ചയദാർഢ്യമുണ്ടായിരുന്നു. നിന്റെ അച്ഛനെ എനിക്ക് മനസ്സിലാകും. അദ്ദേഹം മോളെ ഓർത്ത് പേടിക്കുന്നതാണ്. നീ ഒന്നിനും പേടിക്കേണ്ട. നാളെ നിന്നെ കാണാൻ വരുന്നവർക്ക് മുന്നിൽ ഞാൻ വരും. നിന്റെ അച്ഛൻ്റെ മുന്നിൽ നിന്ന് കൈകൂപ്പി ഞാൻ ചോദിക്കും. നിന്നെ ഒളിച്ചോടാനല്ല, അന്തസ്സായി നിന്നെ എൻ്റെ കൂടെ കൂട്ടാനാണ് എനിക്കിഷ്ടം. രാഹുലിൻ്റെ ആ വാക്കുകൾ മീരയ്ക്കുള്ളിലൊരു ആശ്വാസമായി. അവളുടെ കണ്ണുനീർ പതുക്കെ നിലച്ചു. സത്യമാണോ രാഹുൽ? നീ വരുമോ? വരും മീരക്കുട്ടി, ഉറപ്പായും വരും. ഇപ്പോൾ നീ സമാധാനമായി ഉറങ്ങാൻ നോക്ക്. നിന്റെ രാഹുൽ നിന്നെ തനിച്ചാക്കില്ല. ഫോൺ വെച്ചതിനു ശേഷം മീര ജനലിലൂടെ ആകാശത്തേക്ക് നോക്കി. കാർമേഘങ്ങൾക്കിടയിലൂടെ ചന്ദ്രൻ പതുക്കെ തെളിഞ്ഞു വരുന്നുണ്ടായിരുന്നു. നാളത്തെ പുലരി നിന്റെ ജീവിതത്തിൽ പുതിയൊരു പ്രകാശം കൊണ്ടുവരുമെന്ന് അവൾ വെറുതെ മോഹിച്ചു. പ്രണയം അത്ര പെട്ടെന്നൊന്നും തോറ്റുപോകാത്ത ഒന്നാണല്ലോ. അടുത്ത ദിവസം രാവിലെ മീരയുടെ വീട്ടിൽ വലിയൊരു നിശബ്ദതയായിരുന്നു. അച്ഛൻ ആരെയും നോക്കുന്നില്ല. നിശ്ചയിച്ചതുപോലെ പെണ്ണു കാണാൻ വരാനിരുന്നവർ എത്തിയപ്പോൾ മീര വിറയ്ക്കുന്ന ഹൃദയത്തോടെ ചായയുമായി പുറത്തേക്ക് വന്നു. എന്നാൽ അവിടെ ഇരിക്കുന്ന ആളെ കണ്ടപ്പോൾ അവൾ ഞെട്ടിപ്പോയി. അച്ഛൻ്റെ സുഹൃത്തിനൊപ്പം വന്നത് രാഹുലായിരുന്നു. രാഹുൽ ആ സുഹൃത്തിൻ്റെ സഹോദരപുത്രനാണെന്ന സത്യം അപ്പോഴാണ് മീര അറിയുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ പയ്യൻ, അച്ഛൻ്റെ സുഹൃത്ത് പറഞ്ഞു. അച്ഛൻ അത്ഭുതത്തോടെ രാഹുലിനെ നോക്കി. രാഹുൽ എഴുന്നേറ്റ് അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നു. ക്ഷമിക്കണം സാർ, ഇന്നലെ ഞാൻ അനുവാദം കൂടാതെ ഇവിടെ വന്നത് തെറ്റാണ്. പക്ഷേ മീരയെ എനിക്ക് അത്രയ്ക്കും ഇഷ്ടമാണ്. ഒളിച്ചോടാൻ ഞങ്ങൾക്ക് താല്പര്യമില്ലാത്തത് കൊണ്ടാണ് ഈ ആലോചനയുമായി മുതിർന്നവരെ കൂട്ടി വന്നത്. രാഹുലിൻ്റെ സത്യസന്ധത അച്ഛനെ മനസ്സിലയിച്ചു. കുറച്ചു നേരത്തെ ഗൗരവത്തിന് ശേഷം അച്ഛൻ പുഞ്ചിരിച്ചു. മീരയുടെ കണ്ണുകളിൽ ആനന്ദാശ്രുക്കൾ പൊടിഞ്ഞു. മാസങ്ങൾ കടന്നുപോയി. പന്തലിൽ വെച്ച് രാഹുൽ മീരയുടെ കഴുത്തിൽ താലി ചാർത്തി. മന്ത്രകോടി ഉടുത്ത് നെറ്റിൽ സിന്ദൂരമണിഞ്ഞ് നിൽക്കുന്ന മീര അതീവ സുന്ദരിയായിരുന്നു. ഫോട്ടോ എടുക്കുന്നതിനിടയിൽ രാഹുൽ അവളുടെ കാതിൽ മന്ത്രിച്ചു. ഇനി നീ എന്റേത് മാത്രമാണ്, ആർക്കും വിട്ടുതരില്ല. മീര നാണത്തോടെ അവന്റെ കൈകളിൽ മുറുക്കി പിടിച്ചു. ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ആശീർവാദത്തോടെ അവർ പുതിയൊരു ജീവിതത്തിലേക്ക് ചുവടുവെച്ചു. രാഹുലിന്റെ വീട്ടിലെ അലങ്കരിച്ച മുറിയിൽ മീര അവനെ കാത്തിരുന്നു. പാൽ ഗ്ലാസുമായി നിൽക്കുമ്പോൾ അവളുടെ ഉള്ളിൽ പഴയ അടുക്കളയിലെ ഓർമ്മകൾ മിന്നിമറിഞ്ഞു. രാഹുൽ അകത്തേക്ക് കടന്നു വന്ന് വാതിൽ സാവധാനം അടച്ചു. അവൻ അവളുടെ അടുത്തേക്ക് നടന്നു വന്നു. മീരയുടെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. രാഹുൽ അവളുടെ കയ്യിൽ നിന്നും ഗ്ലാസ് വാങ്ങി ടേബിളിൽ വെച്ചു. എന്നിട്ട് അവളുടെ 2 കൈകളും കോർത്തു പിടിച്ചു. പേടിയുണ്ടോ? അവൻ മെല്ലെ ചോദിച്ചു. മീര ഇല്ലെന്ന് തലയാട്ടി. രാഹുൽ മീരയെ ചേർത്ത് പിടിച്ചു. അവളുടെ തലമുടിയിലെ മുല്ലപ്പൂക്കളുടെ മണം അവനെ ലഹരി പിടിപ്പിച്ചു. അവൻ അവളുടെ നെറ്റിയിൽ ആഴത്തിലൊരു ചുംബനം നൽകി. ആ ചുംബനം കണ്ണുകളിലേക്കും കവിളുകളിലേക്കും പടർന്നു. രാഹുൽ, അവൾ മെല്ലെ വിളിച്ചു. അവൻ അവളുടെ കഴുത്തിടുക്കിൽ മുഖം പൂഴ്ത്തി. അവളുടെ ശ്വാസഗതി വേഗത്തിലായി. പഴയതുപോലെ അവൾ അവനെ തള്ളി മാറ്റിയില്ല. പകരം അവന്റെ നെഞ്ചിലേക്ക് കൂടുതൽ ഒട്ടിച്ചേർന്നു നിന്നു. മുറിയിലെ വിളക്കിന്റെ വെളിച്ചം കുറിഞ്ഞു. പ്രണയത്തിന്റെ മനോഹരമായ സ്വകാര്യ നിമിഷങ്ങളിലേക്ക് അവർ അലിഞ്ഞു ചേർന്നു. പുലർച്ചെ ജനൽ വിടവിലൂടെ വെളിച്ചം മുറിയിലേക്ക് അരിച്ചെത്തി. ഉറക്കമുണർന്ന മീര എഴുന്നേൽക്കാൻ ശ്രമിച്ചെങ്കിലും ശരീരം അതിന് സമ്മതിക്കുന്നില്ലായിരുന്നു. കൈകാലുകൾക്കും നടുവിനും ഒരു വല്ലാത്ത തളർച്ചയും നേരിയ വേദനയും. ഇന്നലത്തെ രാത്രിയുടെ തീവ്രത അവളുടെ ശരീരത്തിൽ ബാക്കിയായിരുന്നു. രാഹുലിന്റെ കൈകൾ അപ്പോഴും അവളുടെ അരക്കെട്ടിൽ മുറുകെ ചുറ്റിയിട്ടുണ്ടായിരുന്നു. അവളുടെ ശ്വാസം ഒന്ന് തടഞ്ഞപ്പോൾ രാഹുൽ പതിയെ കണ്ണു തുറന്നു. എന്തേ മീരക്കുട്ടി, എഴുന്നേൽക്കുന്നില്ലേ? അവൻ മയക്കം വിട്ടുമാറാത്ത സ്വരത്തിൽ ചോദിച്ചു. എനിക്ക് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല രാഹുൽ. കൈകാലുകൾക്കൊക്കെ നല്ല വേദന. അവൾ മുഖം ചുളിച്ചുകൊണ്ട് മെല്ലെ പറഞ്ഞു. അത് കേട്ടപ്പോൾ രാഹുലിന്റെ മുഖത്ത് ഒരു കള്ളച്ചിരി വിരിഞ്ഞു. അവൻ അവളെ ഒന്നുകൂടി തന്നിലേക്ക് വലിച്ചു പിടിച്ചു. അത്രയ്ക്കും വേദനയുണ്ടോ? ഞാൻ അല്പം കൂടിപ്പോയോ?
അവൻ അവളുടെ കാതോരം മന്ത്രിച്ചു. രാഹുൽ, തമാശിക്കല്ലേ, സത്യമായിട്ടും എനിക്ക് വയ്യ. അവൾ പരിഭവം നടിച്ചു. രാഹുൽ പതിയെ എഴുന്നേറ്റിരുന്ന് അവളുടെ തോളിലും കൈകളിലും മൃദുവായി തടവി കൊടുത്തു. സാരമില്ലടാ, എന്റെ പ്രണയം കുറച്ചു കൂടിപ്പോയതല്ലേ, ഈ വേദനയ്ക്കും ഒരു സുഖമില്ലേ? അവൻ അവളുടെ നെറ്റിയിൽ തലോടിക്കൊണ്ട് ചോദിച്ചു. മീര അവന്റെ കണ്ണുകളിലേക്ക് നോക്കി. ആ നോട്ടത്തിൽ ദേഷ്യമായിരുന്നില്ല, മറിച്ച് താൻ പൂർണ്ണമായും അവൻ്റെതായി മാറിയതിന്റെ ഒരു സംതൃപ്തിയായിരുന്നു. വേദനയുണ്ടെങ്കിലും ആ തളർച്ചയിൽ പോലും അവൾക്ക് വലിയൊരു സുഖം തോന്നി. ഇന്ന് നീ ഒന്നും ചെയ്യേണ്ട, അടുക്കളയിൽ ഞാൻ നോക്കിക്കോളാം. നീ ഇന്ന് എന്റെ റാണിയായിട്ട് ഇവിടെ കിടന്നോ? രാഹുൽ അവളുടെ കവളിൽ മെല്ലെ പിടിച്ചു വലിച്ചുകൊണ്ട് പറഞ്ഞു. പണ്ട് അച്ഛനെ പേടിച്ച് അടുക്കളയിൽ വെച്ച് തുടങ്ങിയ ആ പ്രണയം എല്ലാ വേദനകളെയും സ്നേഹം കൊണ്ട് മറികടന്ന് പുതിയൊരു ലോകത്തേക്ക് വളരുകയായിരുന്നു. പേടിയിൽ തുടങ്ങിയ അവരുടെ പ്രണയം ഇപ്പോൾ സുരക്ഷിതമായ ഒരു തീരത്തെത്തിയിരിക്കുന്നു. ലോകം ഉറങ്ങിക്കിടക്കുമ്പോഴും ആ മുറിയിൽ സ്നേഹത്തിന്റെ പുതുമഴ പെയ്തുകൊണ്ടേയിരുന്നു.